ധനു രാശിക്കാർക്ക് 2025 മെയ് 18 രാഹുവും കേതുവും രാശിമാറ്റം ചെയ്യുന്നു. ഈ രാശിമാറ്റം ധനു രാശിക്കാർക്ക് എന്തെല്ലാം മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ, ഇതുകൊണ്ട് എന്തെല്ലാം പ്രഭാവം അവരുടെ ജീവിതത്തിൽ വരുമെന്ന് നമുക്ക് നോക്കാം. രാഹു സ്വന്തം സാമ്രാജ്യത്തിൽ, അതായത് കുംഭരാശിയിലും കേതു സിംഹരാശിയിലും എത്തിച്ചേരുന്നു. ഇതിവർക്ക്, ഈ രാശിക്കാർക്ക് കരോഡ്പതിയാക്കുവാൻ ഉള്ള സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. വീഡിയോ ലാസ്റ്റ് വരെ കാണുക. എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോയുടെ ലാസ്റ്റിൽ ഒരു വാസ്തു ടിപ്പും തരുന്നതായിരിക്കും. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ നക്ഷത്രം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വാസ്തു സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. ഈ രാശി മാറ്റം 2026 ഡിസംബർ 5 വരെയാണ് ഉള്ളത്. ധനുരാശിക്കാർക്ക് രാഹു 3-ാം ഭാവത്തിലും കേതു 9-ാം ഭാവത്തിലും ആയിരിക്കും. അപ്പോൾ രാഹു ഒരു ഷാഡോ പ്ലാനറ്റാണ്. ഇതിൻ്റെ ക്ഷമതയെന്ന് പറയുന്നത് അൺലിമിറ്റഡ്. ഇത് ഞൊടിയിടയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോസും തരുവാനുള്ള ഒരു ക്ഷമത ഈ പ്ലാനറ്റിന് ഉണ്ട്. രാഹു ഒരു ഷാഡോ പ്ലാനറ്റ് ആയതുകൊണ്ട് രാഹു നിങ്ങൾക്ക് എപ്പോഴും ഒരു ഭ്രമം തരുന്നതായിരിക്കും. എന്ത് കാര്യം ചെയ്താലും ഇത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എവിടെയോ വന്നുകൂടും. അപ്പോൾ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യുക. ഏത് കാര്യങ്ങൾ ചെയ്താലും അതിന് മുൻപേ നിങ്ങൾ അത് നല്ലതുപോലെ ചിന്തിച്ച് അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യണം. അതുകൊണ്ട് ഈ രാഹുവിൻ്റെ സ്ഥാനമാറ്റം നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഫലങ്ങളും കിട്ടുന്നതിന് വേണ്ടി ആദ്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഡിസിപ്ലിൻ നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് കറക്റ്റായി വെക്കണം. നിങ്ങളുടെ ചന്ദ്രമയെ നിങ്ങൾ നല്ല രീതിയിൽ അതിനെ നല്ല രീതിയിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്ത് കറക്റ്റ് വഴിയിൽ തന്നെ അതിന് നിങ്ങൾക്ക് വിടണം. നല്ല ഫ്രണ്ട്ഷിപ്പുകൾ തിരഞ്ഞെടുക്കുക. ദാമ്പത്യ ജീവിതത്തിൽ സത്യസന്ധത പുലർത്തണം. ആരോടും തെറ്റായ രീതിയിൽ സംസാരിക്കാതിരിക്കുക. സ്പിരിച്വാലിറ്റി നിങ്ങൾ വളർത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നോൺ വെജ് ഒഴിവാക്കാൻ കഴിയുന്നവർ അങ്ങനെ തീർച്ചയായും ഒഴിവാക്കുക. മെഡിറ്റേഷൻ, യോഗ ഇതെല്ലാം ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ ഒരു സ്ട്രോങ് ആക്കി ഒരു കൃത്യനിഷ്ഠയുള്ള ഒരാളായി മാറുക. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ രാഹുവിൻ്റെ ട്രാൻസിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഫലങ്ങൾ തന്നെ കൊണ്ടുവരും. ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനു മുമ്പ് ഒരു കറക്റ്റായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് വേണ്ടിയിരിക്കുന്നു. അത് അല്ലാതെ ഒന്നും ചിന്തിക്കാതെ ഒരു കാര്യത്തിന് നിങ്ങൾ തുടങ്ങരുത്. ഏത് കാര്യം ചെയ്താലും അതിൻ്റെ പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. റിസ്ക് എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ മനസ്സിലെ ഭയം നിങ്ങൾ ഒഴിവാക്കണം. ഇത് ശരിയാകും, എല്ലാം ശരിയാകും. ഈ യൂണിവേഴ്സിൽ നിങ്ങളുടെ ഫുൾ 100% ഉറപ്പ് നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കൂ. ആ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ, വിശ്വാസമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും വിജയിക്കത്തില്ല, അല്ലേ? അതുപോലെ തന്നെ ഏത് കാര്യം ചെയ്താലും അതിനെ നല്ലതുപോലെ പഠിച്ചതിന് ശേഷം പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്തു നോക്കൂ. നിങ്ങൾക്കതിൻ്റെ ഫലം കിട്ടുന്നതായിരിക്കും. ഈ രാഹുവിൻ്റെ സ്ഥാനമാറ്റം നിങ്ങൾക്ക് നല്ലതാക്കുന്നതിന്, നിങ്ങൾക്ക് അതിൻ്റെ 100% ഫലം കിട്ടുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ചെയ്യണം. ആദ്യമായിട്ട് നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടി സേവ ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ മെഡിറ്റേഷൻ, യോഗ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. രാവിലെ സൂര്യ നമസ്കാരം എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഒരു ചെറിയ മൊന്തയിൽ വെള്ളമെടുത്ത് സൂര്യന് ജലമർപ്പിക്കുക. ഇത് നിങ്ങളുടെ ചന്ദ്രമയെ ശരിയാക്കുന്നതിന് ഏറ്റവും നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണർ എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് കോർണർ എപ്പോഴും ക്ലീനായിട്ട് വൃത്തിയായിട്ട് ഇടുവാൻ നോക്കണം. നിങ്ങളുടെ ടോയ്ലറ്റുകൾ, വീടിൻ്റെ അകത്തുള്ള ടോയ്ലറ്റുകളാണെങ്കിലും എപ്പോഴും ക്ലീനായി വെക്കുക. അതുപോലെ തന്നെ ശരീരവും മനസ്സും സ്ട്രോങ് ആക്കി വെച്ച് നിങ്ങളുടെ ഈ രാഹുവിൻ്റെ സ്ഥാനമാറ്റം നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും.
അലസത എല്ലാം നിങ്ങൾ ഒഴിവാക്കേണ്ടത് ആണ്. പിന്നെ ഒഴിവാക്കേണ്ട കാര്യം, ലവ് മാരേജ് ഈ സമയത്ത് നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കണം. അതുപോലെ തന്നെ ദാമ്പത്യ കലഹങ്ങൾ എന്തെങ്കിലും വരുവാണെങ്കിൽ രണ്ടുപേരും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി അത് കലഹം തീർക്കേണ്ടതാണ്. പിന്നെ കോർട്ട് കേസൊക്കെ നിങ്ങൾ ഈ സമയത്ത് ഒന്നിനും പോവാതിരിക്കുക, ഇല്ലീഗൽ ബിസിനസ് ഒന്നും ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും പ്രയാസങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ അഡിക്ഷൻ, ഒരു കാര്യത്തിനും നിങ്ങളെ അഡിക്ഷൻ പാടുള്ളതല്ല. പുകവലിയും മദ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക. അതെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒഴിവാക്കുക ഇതൊക്കെ. ഓക്കെ. അതുപോലെ തന്നെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് നിങ്ങൾ തുടങ്ങിയിട്ടുള്ളവർ അത് എങ്ങനെയും തീർക്കുകയോ ചെയ്യുക. നമ്മുടെ സ്വന്തം ഫാമിലിയെ സ്നേഹിച്ച് നിങ്ങളുടെ കുട്ടികളെ, മക്കളെ, ഭാര്യയെ, അച്ഛൻ, അമ്മ ഇവരെ എല്ലാവരെയും സ്നേഹിച്ച് അവർക്ക് വേണ്ടി നിങ്ങളൊന്ന് ജീവിച്ചു നോക്കൂ. ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ എല്ലാം ചെയ്ത് നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കരോഡ്പതി തന്നെ നിങ്ങൾ ആകാൻ വളരെയേറെ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് കമൻറ്റ് ആരും ഇടാതിരിക്കുക. ഞാൻ നെഗറ്റീവായിട്ടൊന്നും പറയുന്നില്ലല്ലോ. ഓക്കെ. നിങ്ങളുടെ ജീവിതത്തിൽ വരാനുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ലാസ്റ്റിലെ വാസ്തു ടിപ്പ് പിടിച്ചോളൂ. നിങ്ങളുടെ വീടിൻ്റെ ഈശാനകോൺ എന്ന് പറയുന്നത് കിഴക്കിനും വടക്കിനും ഇടയിലുള്ള ആ കോർണർ, അത് വാസ്തു പുരുഷൻ്റെ തലയിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വാസ്തുദോഷങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ എല്ലാത്തിനെയും മാറ്റുന്നതിന് വേണ്ടി ആ സ്ഥാനത്ത് ഈശാന കോണിൽ, അതായത് കിഴക്ക് വടക്ക് കോർണറിൽ ഒരു ഗ്ലാസിൻ്റെ ഒരു പാത്രത്തിൽ ഗ്ലാസിൻ്റെ ഒരു പാത്രത്തിൽ നമ്മുടെ കല്ലുപ്പ് നിറച്ച് വെക്കുക. അപ്പോൾ അത് നിങ്ങളുടെ വീടിൻ്റെ നെഗറ്റീവ് എനർജി എല്ലാം അബ്സർവ് ചെയ്ത് പോസിറ്റീവ് എനർജി ആക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഒരു 15 ദിവസത്തെ കൊണ്ട് മാറ്റുക. എല്ലാ അമാവാസ്യ ദിവസവും അത് നിങ്ങൾ അമാവാസ്യ കഴിഞ്ഞതിന് പിറ്റേ ദിവസം രാവിലെ തന്നെ അത് ക്ലീൻ ചെയ്ത് വീണ്ടും വേറൊരു പാത്രത്തിലോ അത് കഴുകി ഉണക്കി അതിൽ തന്നെയോ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രമോ സ്റ്റീൽ പാത്രമോ ഉപയോഗിക്കാൻ പാടില്ല. ഗ്ലാസിൻ്റെ തന്നെ ഒരു ബൗളിൽ വേണം ഇത് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ. ഇങ്ങനെ സൂക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല ഒരു എനർജി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസം തറ തുടയ്ക്കുന്ന വെള്ളത്തിൽ ഈ ഒരു സ്പൂണ് കല്ലുപ്പിട്ട് നിങ്ങൾ തറ തുടയ്ക്കുക. ഇത് നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലെ നെഗറ്റീവ് എനർജി മാറ്റുന്നതിന് വളരെയധികം സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളുടെ നാളെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. സ്റ്റേ ബ്ലെസ്ഡ്.